നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചിട്ടാണ്. അതിനെ നമ്മൾ പറയാറുള്ളത് സരസ്വതി യാമം എന്നാണ്. അതായത് എല്ലാ ദേവതകളുടെയും സാന്നിധ്യമുള്ള മുഹൂർത്തം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. ജ്യോതിഷത്തിലാണെങ്കിലും ആയുർവേദത്തിൽ മരുന്നുകൾ സേവിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആത്മീയ ധ്യാനം മുതലായവ കാര്യങ്ങൾക്കാണെങ്കിലും അതീവ പ്രാധാന്യമുള്ളൊരു സമയമാണിത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എന്തും നമുക്ക് തുടർച്ചയും എല്ലാം നടക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. അതായത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ സമയത്തിന് അറിവ് നേടുന്നതിനും ആത്മീയ കാര്യങ്ങൾക്കും ഏറ്റവും അത്യുത്തമമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ദിവ്യമായ മുഹൂർത്തത്തിൻ്റെ ഏതാണ് നമുക്കൊന്ന് നോക്കാം. അതായത് സൂര്യോദയത്തിന് ഏകദേശം 1 മണിക്കൂർ 36 മിനിറ്റ് അപ്പോഴാണിത് ആരംഭിക്കുക. എന്നിട്ട് സൂര്യോദയത്തിൻ്റെ 48 മിനിറ്റ് മുമ്പ് ഇത് അവസാനിക്കും. മനസ്സിലായോ? അതായത് രാത്രിയുടെ അവസാനത്തെ 2 യാമങ്ങളെയാണ് ബ്രാഹ്മ മുഹൂർത്തമാണെന്ന് കണക്കാക്കുന്നത്. നമുക്കിതൊന്ന് ഒരു ഉദാഹരണ സഹിതം പറയാം. ഇപ്പോൾ ഉദയം 6 മണിക്കാണെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തം ആരംഭിക്കുന്നത് 4:24 അവസാനിക്കുന്നത് 5:12 AM ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ദിവ്യമായ ഈ മുഹൂർത്തത്തിൽ എന്തെല്ലാമാണ് ഗുണമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മാനസിക വ്യക്തത. വർഷങ്ങളായി ഈ സമയത്ത് ഉണരുന്ന എനിക്ക് ഇതിൻ്റെ ആ മൂല്യം എന്താണെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി ഞാൻ പറയുന്നത്. അതായത് മാനസിക വ്യക്തത എന്ന് ഉദ്ദേശിക്കുന്നത് അന്തരീക്ഷത്തിൽ സരസ്വതീ ദേവിയുടെ വിവിധ ഭാവങ്ങളെ നമുക്ക് നമ്മുടെ ചക്രകളിൽ ന്യാസം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന സമയമാണിത്. ഒരു പക്ഷേ ചക്രകൾ എന്താണ് ഒന്നും അറിയാത്തവരായിരിക്കാം. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. മൂലാധാര ചക്രയിലിരിക്കുന്ന ശ്രദ്ധാദേവിയും സ്വാധിഷ്ഠാനയിലിരിക്കുന്ന മേധാ സരസ്വതിയും മണിപൂരത്തിലിരിക്കുന്ന പ്രജ്ഞാസ് ദേവിയും അനാഹതയിലിരിക്കുന്ന ഭാരതീ സരസ്വതിയും വിശുദ്ധി ചക്രയിലിരിക്കുന്ന ശാരദയും ആജ്ഞാചക്രത്തിലിരിക്കുന്ന വിദ്യാദേവിയും കിരീട ചക്രത്തിലിരിക്കുന്ന ബ്രാഹ്മ മുഹൂർത്ത വിദ്യാദേവിയുമാണ് നമ്മൾ വന്ദിക്കേണ്ടത്. മനസ്സിലായോ? സരസ്വതി യാമത്തിൽ വിദ്യയുടെ ദേവിയായ സരസ്വതിയെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. സരസ്വതി, വിദ്യ, അറിവ്. ഈ സമയത്ത് ഉണരുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരീരത്തിനും മനസ്സിനും ആരോഗ്യപരമായിട്ടും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന, വളരെയധികം ഉന്മേഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ് ഇത്. എന്നാൽ എല്ലാവരോടും ഈ സമയത്ത് ഉണരൂ എന്ന് പറയാൻ നമുക്ക് ആവില്ല. കാരണം എന്താണ്? രോഗികളോട് നമുക്ക് പറയാൻ പറ്റുമോ? ഗർഭിണികളോട് പറയാൻ പറ്റുമോ? കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. കൊച്ചു കുട്ടികൾ 3 മണിക്ക് ഉണരും. അവരവരുടെ ഏറ്റവും ആഹ്ലാദപരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നത് ആ സമയത്തായിരിക്കും. മറ്റൊന്ന്, എല്ലാ തരത്തിലുള്ള രോഗികൾക്കും ഉന്മേഷം നൽകുന്ന ഒരു അവസരം അതായിരിക്കും. യഥാർത്ഥത്തിൽ നാം പറയാതെ തന്നെ രോഗികളും വയസ്സായിട്ടുള്ള വയോധികരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ഉണരുന്ന സമയമാണിത്. ധ്യാനം ഏറ്റവും ഉത്തമമായ സമയം. പലർക്കും ധ്യാനം എന്താണെന്നറിയില്ല. എന്താണ് ധ്യാനം എന്ന് ചോദിക്കുന്നവരോട് പറയുക, ശാന്തമായിരിക്കുക, വെറുതെ ഇരിക്കുക, നമ്മുടെ ശ്വാസനിശ്വാസങ്ങളെ ശ്രദ്ധിക്കുക. അതിന് യാതൊരു തരത്തിലുള്ള ഒരു ഗുരുവിൻ്റെയും ദീക്ഷയൊന്നും വേണ്ട. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ താളം ശ്രദ്ധിക്കുക. 1 മിനിറ്റ് മാത്രം. ആ 1 മിനിറ്റിൻ്റെ ആ ഒരു ഉന്മേഷം നിങ്ങളെ 10, 15, 20 മിനിറ്റ് നേരത്തേക്ക് ഇരിക്കാനായി പ്രേരിപ്പിക്കും. ഇതാണ് ധ്യാനം. ധ്യാനം ആർക്കെല്ലാം ആകാം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം, ജാതിയും മതവും ഭേദവും ഒന്നുമില്ലാതെ ശ്വാസമുള്ളവർക്കെല്ലാം ചെയ്യാം. ശ്വാസനിശ്വാസങ്ങളെ, ആ താളങ്ങളെ ശ്രദ്ധിക്കാൻ ജാതിയോ മതമോ എന്തെങ്കിലും വേണോ? നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിൽ തന്നെ ഒരു 10 മിനിറ്റ് നേരം ഇരിക്കുക. അതാണ് ധ്യാനം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി പലവരും ചോദിക്കുന്നുണ്ട്, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എത്ര വിളക്ക് വെക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ആ വിളക്ക് വയ്ക്കുന്നത് വളരെ പോസിറ്റീവ് എനർജി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിളക്കും മറ്റുള്ള വിളക്കുകളും കൊളുത്തുന്നത്? മെഴുകുതിരിയാണെങ്കിലും അതുപോലെ തന്നെ വിളക്കാണെങ്കിലും അതിൻ്റെ ദീപം ഒരേപോലെയാണല്ലേ. വിളക്ക് തെളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിൽ പോസിറ്റീവ് എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്താണ് നമുക്ക് മനസ്സിലേക്ക് ശാന്തത ആണ്. ഇനി പലരും ചോദിക്കുന്നു, എത്ര തിരി വേണം?
എത്ര തിരിയാണ് നിങ്ങൾക്ക് വേണ്ടത്? 2 തിരിയിട്ട് ഒരുമിച്ച് ഒരു ദിശയിൽ കത്തിക്കാം, 2 വശത്തും കത്തിക്കാം, അതുപോലെ തന്നെ 5 തിരിയിട്ടും കത്തിക്കാം. ഏറ്റവും ഉത്തമമായത് 5 തിരിയിട്ടിട്ടുള്ള വിളക്കാണ് എന്ന് പറയുന്നു. 2 തിരിയാകുമ്പോൾ എന്താണ്, കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോന്ന് വീതമിടണം അല്ലേ? സാധാരണ 2 തിരികൾ ഒരുമിച്ചും നമ്മൾ കത്തിക്കാറുണ്ട്. വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം, അഥവാ പോസിറ്റീവ് എനർജി കൊണ്ടുവരിക എന്നതാണ് പ്രാധാന്യം. ആണിനും പെണ്ണിനും ഈ വിളക്ക് വയ്ക്കാം. ഒന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു തട്ടിൽ 5 ചെരാതുകൾ കത്തിച്ചാലും ബ്രാഹ്മമുഹൂർത്ത വിളക്കായി എന്ന് കണക്കാക്കപ്പെടുന്നു. ഇനി ഈ ബ്രാഹ്മമുഹൂർത്ത സമയത്ത് എന്താണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചാൽ നെഗറ്റീവായോ ഒരു ചിന്തകളും പാടില്ല. ഒരാൾ എന്നോട് ചോദിച്ചു, സൂര്യ നമസ്കാരം കാലത്ത് ഈ സമയത്ത് ചെയ്യാമോ എന്ന്. എന്തൊരു അക്രമമാണ് ചോദിക്കുന്നത്. കഠിനമായ വ്യായാമങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല, TV, ഫോൺ ഒന്നും ഉപയോഗിക്കില്ല. ആ സമയത്ത് അടിച്ചു തളിക്കാൻ പോലും പാടില്ല എന്നാണ് തീരുമാനം. അത്രയും ശുഭമായ മുഹൂർത്തമാണ് ബ്രാഹ്മ മുഹൂർത്തം.